നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. JSS നേതാവും മുൻ MLAയുമായ ഉമേഷ് ചള്ളിയിൽ CPIയിലേക്ക് SNDPയുടെ കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റാണ് ഉമേഷ് ചള്ളിയിൽ. സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ CPI തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് ഉമേഷിനെ പാർട്ടിയിലെടുക്കാൻ തീരുമാനിച്ചത്. 19-ന് ചേരുന്ന സമ്മേളനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ അംഗത്വം വിതരണം ചെയ്യും. JSSൽ രാജൻ ബാബു വിഭാഗത്തോടൊപ്പമായിരുന്നു ഉമേഷ് ചള്ളിയിലെങ്കിലും സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്നില്ല. തൃശൂരിൽ കോൺഗ്രസുമായും ഉമേഷിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. JSS ഏകീകരണം സംബന്ധിച്ച് ഗൗരിയമ്മ വിഭാഗവും രാജൻ ബാബു വിഭാഗവും തമ്മിലുള്ള ചർച്ചകൾ തുടങ്ങി. LDFൽ ഘടകകക്ഷിയാക്കുമെങ്കിൽ ഉപാധികളോടെ തിരിച്ചുവരാമെന്നും കേസുകൾ പിൻവലിക്കുമെന്നും രാജൻ ബാബു അറിയിച്ചതായി JSS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് B. ഗോപൻ റിപ്പോർട്ടറോട് പറഞ്ഞു. അതേസമയം ഗൗരിയമ്മ അടക്കമുള്ളവർ UDFലേക്ക് വന്നാൽ ഒന്നിക്കാൻ തയ്യാറാണെന്ന് LDFലേക്ക് പോകുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്നും രാജൻ ബാബു പറഞ്ഞു. JSS സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TK സുരേഷ് കുമാറും അഡ്വക്കേറ്റ് AN രാജൻ ബാബുവുമായാണ് ഏകീകരണ ചർച്ചകൾ ആരംഭിക്കുന്നത്. വിഭജിച്ചു നിൽക്കുന്ന JSSകൾ ഒന്നിച്ച് ശക്തിപ്പെടുത്തിയാൽ LDFൽ ഘടകകക്ഷിയാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് നിൽക്കാമെന്നും സ്വത്ത് തർക്കം സംബന്ധിച്ച കേസുകൾ പിൻവലിക്കാമെന്നും രാജൻ ബാബു അറിയിച്ചതായി JSS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് B. ഗോപൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗൗരിയമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. രാജൻ ബാബുത്തോടൊപ്പമുള്ള ആളുകളും തിരിച്ചു വരാൻ തയ്യാറാണ്. അങ്ങനെ വന്നാൽ ഇപ്പോൾ നിൽക്കുന്ന സ്വത്ത് സംബന്ധിച്ചുള്ള കേസുകളും പിൻവലിക്കാം എന്നാണ് രാജൻ ബാബു അനൗപചാരികമായി JSSന്റെ സംസ്ഥാന ഭാരവാഹികളെ അറിയിച്ചിരുന്നത്. രാജൻ ബാബു വിഭാഗത്തിനോടൊപ്പമുള്ള KK ഷാജു അടക്കമുള്ളവർ ഏകീകരണത്തെ ശക്തമായി എതിർക്കുന്നവരാണ്. അതേസമയം UDFലേക്ക് ഗൗരിയമ്മയെ സ്വാഗതം ചെയ്യുന്നതായും LDFലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുന്നില്ലെന്നും രാജൻ ബാബു പറഞ്ഞു. ഗോപൻ കഴിഞ്ഞ ദിവസം എന്നെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ UDFൽ ഗൗരിയമ്മ തിരിച്ചു വരണം, ഒറ്റക്കെട്ടായി, അങ്ങനെയാണെങ്കിൽ ഒറ്റക്കെട്ടായി പോകാൻ തയ്യാറാവണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി JSS വിട്ടുപോയ പ്രമുഖരെയെല്ലാം തിരികെ കൊണ്ടുവന്ന് പാർട്ടി ശക്തിപ്പെടുത്താനാണ് ഗൗരിയമ്മ വിഭാഗം ലക്ഷ്യമിടുന്നത്. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, ആലപ്പുഴ. ഉമേഷ് ചള്ളിയിൽ, VS സുനിൽകുമാർ MLA, രാജൻ ബാബു, ശ്രീ മന്മഥൻ SNDP യോഗം പ്രതിനിധി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഉമേഷ് ചള്ളിയിൽ, ഏറെക്കാലമായി അല്ലെങ്കിൽ കാലാകാലമായി LDFനൊപ്പം നിന്നുകൊണ്ട് ഇടതു പാർട്ടികൾക്കൊപ്പം നിന്നതുകൊണ്ട് ഈഴവ സമുദായത്തിന് അർഹമായതൊന്നും കിട്ടിയില്ല, സമുദായം വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന SNDP യോഗ നേതൃത്വത്തിൻ്റെ നിലപാടും അതേ തുടർന്നുള്ള കാലുഷ്യങ്ങളുമാണല്ലോ ഇപ്പോൾ ഈ സംസ്ഥാനത്ത് കാണുന്നത്. എന്നിട്ടും വീണ്ടും SNDP യോഗത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന താങ്കൾ LDFനൊപ്പം പോകാനും അവിടെ നിന്ന് പ്രവർത്തിക്കാനും തീരുമാനിക്കുന്നതിലെ സാങ്കത്യം എന്താണ്? ഈ ആരോപണം ശരിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ അത് CPIക്ക് അതിൻ്റെ അകത്ത് വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നും SNDP യോഗത്തിന് അനുകൂലമായിട്ടും അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ടും സംസാരിച്ച ഒരു പാർട്ടിയാണ് CPI എന്നെനിക്ക് വിശ്വാസമാണ്. കാരണം എനിക്ക് അത്തരം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പരിചയമുള്ള പാർട്ടി. അതുകൊണ്ടാണ് താങ്കൾ CPI തിരഞ്ഞെടുക്കുന്നത്? അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ JSS, ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് JSSലൂടെയാണ്. പക്ഷെ അതിക്ക് മുമ്പ് തന്നെ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ CPI ആയിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട്. പക്ഷെ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. എന്റെ അച്ഛനൊരു CPIക്കാരനായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ആദ്യത്തെ പഞ്ചായത്തിലെ മെമ്പറായിരുന്നു. ആ ഒരു പാരമ്പര്യം കൂടി എനിക്ക് അവകാശപ്പെടാനുണ്ട്. ഞാൻ ഇന്നേവരെ പറഞ്ഞിട്ടില്ല ആരോടും. CPIഎമ്മിനുള്ള അത്രത്തോളം കടുത്ത നിലപാട് ഈ വിഷയത്തിൽ CPIക്കില്ല എന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഈ ഗുരുദേവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും SNDP യോഗ നേതൃത്വം ഇപ്പോൾ വെച്ചു പുലർത്തുന്ന നയത്തോട് CPI നേതൃത്വത്തിന് വിയോജിപ്പാണെന്ന് താങ്കൾക്കറിയാമല്ലോ. ഗുരുദേവനെ ദൈവമാക്കി ഉയർത്തുന്ന കാര്യത്തിലടക്കം കൃത്യമായ വിയോജിപ്പ് ആ പാർട്ടിയും പ്രകടിപ്പിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ CPIഎം നേതൃത്വം കൊടുക്കുന്ന LDFലേക്കാണ് പോകാൻ പോകുന്നത്. CPIക്ക് വ്യതിരിക്തമായ നിലപാടുണ്ടെങ്കിലും CPIഎമ്മിൻ്റെ നയപരിപാടികൾക്ക് ആധിപത്യമുള്ള ഒരു കൂട്ടിലേക്കാണ് താങ്കൾ പോകുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? CPIഎമ്മിന്റെ നയനിലപാടുകൾ അവരെ സ്വാധീനിക്കില്ല എന്നാണോ? അതുകൊണ്ടല്ല, CPIഎമ്മിന്റെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള നടപടികളിൽ വളരെ ശക്തമായിട്ട് പ്രതിഷേധം എനിക്കുണ്ട്. പക്ഷെ അതിന് എതിരെ പ്രതികരിച്ച CPIയുടെ നിലപാട്, ആരാധന ജനറൽ സെക്രട്ടറി, മറ്റേ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം, പ്രസ്താവനകൾ, അതെല്ലാം തന്നെ SNDPക്കും ഈ പറഞ്ഞ ഗുരുദേവ വിശ്വാസികൾക്ക് അനുകൂലമായിരുന്നു. അതാണ് ശ്രീ VS സുനിൽകുമാർ, നിങ്ങളുടെ പാർട്ടി SNDP യോഗ നേതൃത്വം ഇപ്പോൾ ഗുരുവിൻ്റെ ദർശനങ്ങൾക്കടക്കമുള്ള കാര്യങ്ങളിൽ വെച്ചു പുലർത്തുന്ന നയപരിപാടികളോട് CPIഎമ്മിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം കൊടുക്കുന്ന SNDP യോഗം ഈ വിഷയങ്ങളിൽ, ഇപ്പോൾ വിവാദമായിട്ടുള്ള വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണോ അതിനോട് യോജിച്ചു പോകുന്ന നയമുള്ള ഇടതു പാർട്ടിയാണ് CPI എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഉമേഷ് ചള്ളിയിൽ വരുന്നത്. അങ്ങനെയാണോ? CPIഎമ്മിൽ നിന്ന് വിരുദ്ധമായി CPIക്ക് SNDP യോഗ നേതൃത്വം ഇപ്പോൾ കൈക്കൊള്ളുന്ന കാര്യങ്ങളിൽ നിലപാടുണ്ടോ?
അല്ല, SNDP യോഗവും CPM തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ശ്രീ ഉമേഷ് ചള്ളിയിൽ CPIയിലേക്ക് വന്നിരിക്കുന്നത്. ഉമേഷ് ചള്ളിയിൽ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള ആളും കൊടുങ്ങല്ലൂർ മേഖലയിലെ അംഗീകാരമുള്ള ഒരു ജനപ്രതിനിധിയും ഒരു ജനനേതാവാണ്. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ JSSന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് CPIയുടെ തന്നെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ആ പാരമ്പര്യത്തേക്കാൾ മുമ്പ് ബഹുമാനപ്പെട്ട ഉമേഷ് ചേട്ടൻ നേരത്തെ തന്നെ CPIയുടെ വളരെ അടുത്ത ഒരു അനുഭാവിയായിരുന്നു. സഖാവ് VK രാജൻ അവിടുത്തെ MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിതാവ് ചള്ളി കൃഷ്ണേട്ടൻ എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള അവിടുത്തെ ഒരു നേതാവ് 63-ൽ CPIയുടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കാലം പോലും ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ ആളാണ് ശ്രീ ഉമേഷ് ചള്ളിയിൽ. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആഹ്ലാദമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ പോലുള്ള ആൾ ഇപ്പോൾ അവിടെ SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടുള്ള അംഗീകാരം ഉള്ളൊരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ കാര്യത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്നുള്ള പാർട്ടിയാണ്. ഇപ്പോൾ RSS ജാതി സംവരണത്തെ ശക്തമായിട്ട് എതിർക്കുന്നു എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ജാതി സംവരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് നേതൃത്വം കൊടുക്കുന്ന RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉമേഷ് ചള്ളിനെ പോലുള്ള ആളുകൾ CPIയിലേക്ക് ചേരുമ്പോൾ അതൊരു വലിയ സന്ദേശം ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. SNDP യോഗത്തിന്റെ നിലപാട് എന്താണ്? ഇടതുപക്ഷ പാർട്ടികൾക്കൊപ്പം ഇക്കാലം അത്രയും ഈഴവ സമുദായം നിന്നിട്ടും അർഹമായ സാമുദായിക പരിഗണന ഞങ്ങൾക്ക് ഇനിയും സർക്കാർ തലത്തിൽ നിന്ന് നേടിയെടുത്തു തരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന നിലപാടാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ വിവാദങ്ങൾക്കും പ്രസ്താവന യുദ്ധങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തു. നിങ്ങളുടെ യോഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവും രാഷ്ട്രീയക്കാരനുമായ ഉമേഷ് ചള്ളിയിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമുദായത്തിന് ഗുണം കിട്ടില്ല ഇടതുപക്ഷത്തോടൊപ്പം നിന്നാൽ എന്ന നയം അദ്ദേഹത്തിനില്ല. ഹലോ, ശ്രീ മന്മഥൻ, താങ്കളോട്. SNDP യോഗം ഒരു രാഷ്ട്രീയ സംഘടനയല്ല, ഒരു സമുദായ സംഘടനയാണ്. ഈ സമുദായ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഈഴവ സമുദായ അംഗങ്ങളുണ്ട്. ഞങ്ങളുടെ കൊല്ലത്തുള്ള യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ്. കോഴിക്കോട് യൂണിയൻ പ്രസിഡന്റ് സുധീഷ് BJP നേതാവാണ്. ഞങ്ങളുടെ ചേർത്തലയിൽ തന്നെ SNDP യൂണിയൻ സെക്രട്ടറി ആയിരുന്ന NB തണ്ടാര് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ SNDP യോഗത്തിലുണ്ട്. കാരണം ഈഴവ സമുദായത്തെ പൊതുവായിട്ട് അവരുടെ വികസനത്തിന് വേണ്ടിക്കുന്ന ഒരു സമുദായ സംഘടനയാണല്ലോ. പിന്നെ ഉമേഷ് ചള്ളിയിൽ CPI ഇപ്പൊ SNDP യോഗത്തിന് ഒരു പ്രത്യേക പോഷക സംഘടനയായിട്ട് രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തിടത്തോളം കാലം ഇതിന്റെ പ്രവർത്തകർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിലകൊള്ളാവുന്നതാണ്. SNDP യോഗത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കും പരിപാടികൾക്കും വിരുദ്ധമായി കാലാകാലങ്ങളായി പാർട്ടിയിൽ നിലനിന്ന് പോകുന്നവരുടെ കഥയാണല്ലോ താങ്കൾ ഉദാഹരണമായി പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോ ശ്രീ മന്മഥൻ താങ്കൾ ഏറെ നാളായി പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകരുടെ കാര്യമാണ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ. CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ചേരിയോടൊപ്പം നിന്നിട്ട് ഞങ്ങൾക്ക് ഗുണമില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു പറഞ്ഞ സാഹചര്യം, അതിനുശേഷം ഈ തരത്തിൽ ഇടതുപക്ഷം വേട്ടയാടുന്നു അദ്ദേഹത്തിന്റെ നിരന്തരമായ വിലാപം, ആ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും അതുവഴി സമുദായത്തിന് ഗുണമുണ്ടാവുമെന്ന് കരുതുകയും ചെയ്യുകയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിയുടെ നിലപാട് അദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ പൂർണ്ണമായും SNDP യോഗത്തിൻ്റെ ഭാരവാഹികൾക്കില്ല. ഇടതുപക്ഷം പൂർണ്ണാർത്ഥത്തിൽ ഈഴവ സമുദായത്തെ വഞ്ചിച്ചവരാണെന്ന നിലപാട് നിങ്ങളുടെ പൂർണ്ണമായി എന്നാണ്. അദ്ദേഹം ചേർന്ന CPM-ല്ലല്ലോ, CPI-യിലല്ലേ. CPI എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നു ഈ CPM പോലുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ന്യൂനപക്ഷ വർഗീയ പ്രീണനം നടത്തുന്നു. CPIക്കും അക്കാര്യത്തിൽ വ്യതിരിക്തമായ നിലപാടുണ്ടോ ശ്രീ മന്മഥൻ? അതായത് ഗുരുദർശനങ്ങളെ, ഗുരുദേവനെ ജാതിക്കതീതമായ പൊതുബോധം ഉണ്ടാക്കാൻ ശ്രമിച്ച നവോത്ഥാന പുരുഷനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ദൈവമാക്കി ഉയർത്തുന്നതിനോട് നയപരമായ വിയോജിപ്പുള്ള പാർട്ടിയാണ് CPIയും. CPIക്ക് നിങ്ങളുടെ നിലപാടല്ല അക്കാര്യത്തിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ചേർന്ന് പോകാനാവുക? അല്ല, ഒത്തിരി കാര്യങ്ങളില് രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളുമായിട്ട് ഒത്തിരി കാര്യങ്ങളിൽ യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും കാര്യങ്ങളുണ്ട്. പക്ഷെ പൊതുവായ കാര്യങ്ങളിൽ നോക്കുമ്പോൾ SNDP യോഗം മുമ്പോട്ട് വയ്ക്കുന്ന സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിലല്ല, സാമാന്യം ഞങ്ങളുടെ ആശയങ്ങളോട് യോജിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPI. അതുകൊണ്ട് CPIയിൽ പോയത് വലിയ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. സുനിൽകുമാർ, നിയമസഭാംഗത്വം ഏറ്റെടുക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയും അതിന്റെ പേരിൽ വലിയ കോലാഹലം ഉണ്ടാവുകയും ചെയ്ത ചരിത്രമുണ്ട് ഉമേഷ് ചള്ളിയിലിന്. അദ്ദേഹം വെച്ച് പുലർത്തുന്ന നയനിലപാട് എന്നത് ദൈവമാണ് എന്നതും നിങ്ങളുടെ നിലപാടിന് വിരുദ്ധവുമാണ്. അപ്പോൾ
രണ്ട് ചേരിയിലാണ് ഈ വിശ്വാസത്തിന്റെ കാര്യത്തിലുള്ളത്. അത് ചേർന്ന് പോകുമോ പാർട്ടി പ്രവർത്തനത്തിൽ? അല്ല, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇവിടെ സുനിൽകുമാർ താങ്കളോട് അവരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് ആചാര്യന്മാരെ വിലയിരുത്തുന്നു. SNDP പോലുള്ള പ്രസ്ഥാനങ്ങൾ ആത്മീയന്മാരെ അവരുടേതായ തലങ്ങളിലും ദർശനങ്ങളിൽ നിന്ന് വിലയിരുത്തുന്നൊന്നല്ലാതെ അതൊരു വലിയ വൈരുദ്ധ്യമായിട്ട് അതായത് യോജിക്കാവുന്ന മേഖലകളിൽ എല്ലാവരുമായിട്ട് യോജിക്കുക. അഭിലാഷേ, ഞങ്ങളുടെ പാർട്ടി ഒരു മതവിരുദ്ധമായ പാർട്ടിയോ മതവിശ്വാസത്തിനെ എതിർക്കുന്ന പാർട്ടിയോ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളെ പാർട്ടിയിൽ എടുക്കുന്നില്ല എന്ന് പറയുന്ന പാർട്ടിയോ അല്ല CPI. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട പല ആളുകൾക്കും മതവിശ്വാസികളുണ്ട്, ദൈവവിശ്വാസികളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ചേരുന്ന പാർട്ടിയാണ് CPI. പിന്നെ CPIയിൽ ചേരുമ്പോൾ ആ CPIയുടെ നയം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചേരാനുള്ള ഗ്രാഹ്യതയും രാഷ്ട്രീയ പരിജ്ഞാനവും ഒക്കെ ഉള്ള ആളാണ് ശ്രീ ഉമേഷ് ചള്ളിയിൽ. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പിന്നെ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇടതുപക്ഷത്തെ പറ്റിയും UDF പറ്റിയൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്കുണ്ട്. ഓരോ ഗവൺമെൻറ്റുകളും നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസം അവർക്കുണ്ടാവാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർത്തുകൊണ്ട് ഒരിക്കലും ഒരാൾക്കിൽ വരാൻ പറ്റില്ലല്ലോ. എന്നാൽ അതേ സമയത്ത് ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അർഹമായിട്ടുള്ള പ്രാതിനിധ്യവും അവർക്ക് ആവശ്യമായിട്ടുള്ള സംവരണവും ആനുകൂല്യങ്ങളും കിട്ടണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ CPIM പറ്റി പറയുന്നു. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നടന്നൊരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ഖേദം പ്രകടനം നടത്താൻ പോലും ഇപ്പോൾ നടത്തുന്നുണ്ടായി. അപ്പോൾ ഇടതുപക്ഷ പാർട്ടികളൊക്കെ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരാണ്, SNDPക്കെതിരാണ്, SNDP LDFനെതിരാണ് എന്ന നിലയിലേക്ക് പ്രചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. SNDP ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള സംഘടനയായിട്ട് ഒരു കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടില്ല. SNDPക്കകത്ത് ഇടതുപക്ഷ അനുകൂലികളും ഇടതുപക്ഷത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നവരായുള്ളതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ആൾക്കാരും SNDP പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ SNDP അങ്ങനെ ഉള്ളുന്ന ഒരു സാമുദായിക സംഘടന എന്ന നിലയിൽ ആ രണ്ട് സംഘടനകൾ തമ്മിലുള്ള ഈ സംഘടന ഞങ്ങളും തമ്മിൽ എന്താ അതിനകത്ത് ഈ ഒരാളിലേക്ക് വന്ന എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? ആകാശം ഇടിഞ്ഞു വിടാൻ പോകുന്നുണ്ടോ? ശ്രീ ഉമേഷ് ചള്ളിയിൽ, താങ്കൾ ഇപ്പോൾ CPIക്കൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അന്ന് താങ്കൾ തന്നെയാണ് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി സങ്കല്പിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ വലിയ നിയമയുദ്ധമുണ്ടാവുകയും ഒക്കെ ചെയ്യുകയും ചെയ്തത്. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മതവിശ്വാസത്തിൽ ഉൾപ്പെട്ടവരെ എല്ലാവരെയും സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല, വിശാല മനസ്സാണുള്ളതെന്ന് സുനിൽകുമാർ പറയുമ്പോഴും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ സ്പെസിഫിക്കായ അഭിപ്രായ വ്യത്യാസം ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ട് എന്ന് അറിയാമല്ലോ. ശ്രീനാരായണ ഗുരു ദൈവമാണ് എന്ന സങ്കല്പത്തെ ഒരു നിലയ്ക്കും ഇടതുപക്ഷ പാർട്ടികൾ അംഗീകരിക്കുന്നില്ല. നവോത്ഥാനം നായകനായ ഒരു വീരപുരുഷൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ അംഗീകരിക്കുന്നതും അവതരിപ്പിക്കുന്നതും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഈ പ്രത്യേക ഘട്ടത്തിൽ വലിയ ഭിന്നാഭിപ്രായമുള്ള ഒരു വിഷയത്തെ നിലനിർത്തിക്കൊണ്ടല്ലേ ഇപ്പോൾ CPIയിലേക്ക് താങ്കൾ പോകാൻ പോകുന്നത്? അല്ല, എന്റെ വിഷയം പറയത്തില്ലേ, എന്റെ ചെറുപ്പകാലത്ത് പ്രശ്നം CPIക്കകത്ത് 1975 എന്റെ അച്ഛനാണ് കൊടുങ്ങല്ലൂരില് SNDP പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. സ്ഥാപക പ്രസിഡന്റിന്റെ അച്ഛനാണ്. അന്ന് അച്ഛൻ CPIക്കാരനാണ്. ആദ്യം കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അദ്ദേഹമാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ആ സമയത്തുള്ള കൊടുങ്ങല്ലൂരിലുള്ള എല്ലാ മതസ്ഥരും SNDP അംഗങ്ങളായിരുന്നു. VS സുനിൽകുമാർ തൊട്ടടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി അംഗമായിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള PO ദേവസി കൊടുങ്ങല്ലൂരിലെ എന്റെ ഒരു ശാഖയിലെ 11 വർഷം ഭരണസമിതി അംഗമായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. പക്ഷെ കൊടുങ്ങല്ലൂരിൽ അങ്ങനെയല്ല, എല്ലാ മതസ്ഥരും അംഗങ്ങളായിട്ടുള്ള, അതുപോലെ CPI പോലുള്ള പാർട്ടികൾ പോലും ആ കാലഘട്ടത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ആ പശ്ചാത്തലം താങ്കൾ ചൂണ്ടിക്കാട്ടുകയാണ്. ശ്രീ ഉമേഷ് ചള്ളിയിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയും അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്നവരും പറയുന്നത് പോലെ കാലാകാലം ഇടതുപക്ഷ സർക്കാരുകളെ പിന്തുണച്ചതിന് ഞങ്ങൾക്ക് പകരമൊന്നും കിട്ടിയില്ല എന്ന നിരന്തരമായ പരാതിയുണ്ടല്ലോ. അതിനോട് താങ്കൾ പൂർണ്ണാർത്ഥത്തിൽ യോജിക്കുന്നില്ല എന്നതാണ്. അതായത് ഇടതുപക്ഷം കുറേയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈഴവ സമുദായത്തിന്, ഞങ്ങൾക്കൊന്നും തന്നില്ല എന്നത് പ്രത്യേക താല്പര്യത്തോടെ ഇപ്പോൾ പറയുന്നതാണ് എന്നതാണ്. അങ്ങനെയല്ലേ? അത് CPMന്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതുപോലെയല്ല CPIയുടെ സമീപനം. CPI ഇന്നുവരെ SNDP ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും എതിരഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. അതിനകത്ത് അഭിപ്രായമുള്ള ഈശ്വര വിശ്വാസികളെ വരും ഇന്നും കൊടുങ്ങല്ലൂരിലുള്ള എല്ലാ CPIക്കാരും നമ്മൾ SNDP സജീവ പ്രവർത്തനം. ഉമേഷ് ചള്ളിയിൽ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, CPIക്കും CPIMനും SNDPയുമായി ബന്ധപ്പെട്ട് എന്ത് വ്യത്യസ്ത നിലപാടുണ്ട് എന്നാണ് താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
CPIM-നും CPI-ക്കും ഇക്കാര്യത്തിൽ ഒരേ നിലപാടേ ഉള്ളൂ. ഒരു പ്രശ്നമുണ്ടായപ്പോൾ CPIM അത് തിരുത്തുകയും ചെയ്തു, ആ തെറ്റ് CPI ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെ കാണണം, എങ്ങനെ സമീപിക്കണമെന്ന വിഷയത്തിൽ ആ രണ്ട് പാർട്ടികൾക്കുമിടയിൽ ഒരു ഭിന്നതയുമില്ല. അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് CPI-യുടെ എന്താ പറയാ, ഒത്തിരി നേതാക്കൾ എനിക്ക് പറയാൻ കഴിയും. അവരൊക്കെ അവരെ വീട്ടുകാരൊക്കെ അതാണ് താങ്കൾ ആവർത്തിക്കുന്നത്. ശ്രീ രാജൻ ബാബു, ഇടതുപക്ഷത്ത് മാന്യമായ ഘടകകക്ഷി പദവിയും അതിനർഹമായ ആനുകൂല്യങ്ങളും കിട്ടുകയാണെങ്കിൽ ഇടതുപക്ഷത്തേക്ക് പോകുന്നതിന് താങ്കൾക്ക് ഏതെങ്കിലും, അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന വിഭാഗത്തിന് ഏതെങ്കിലും തടസ്സമില്ല. അത്തരം ചർച്ചകൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അങ്ങനെയാണോ? അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടില്ല. UDF-ൽ നിൽക്കണമോ വേണ്ടയോ എന്നുള്ളതിൽ മാത്രമുള്ള തർക്കത്തിലാണ് ഈ പാർട്ടി പിളർന്നത്. ജനാധിപത്യ സംരക്ഷണ സമിതി ഒരു പ്രമേയം പാസ്സായിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ വരുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതേതരമായ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ കക്ഷികളും പിന്നോക്ക വിഭാഗങ്ങളും ദളിത് ന്യൂനപക്ഷങ്ങളുടെ ഐക്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അഭികാമ്യം എന്നുള്ള ഒരു നിലപാടാണ്. അതിലേക്ക് CPM-ഉം CPI-യും ഇപ്പോൾ വരുന്നുണ്ട്. ആ ഒരു നിലയിലുള്ള ഒരു നയം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് UDF-ൽ ഞങ്ങൾ നിൽക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ ഒരാലോചന ഇപ്പോൾ ഞങ്ങൾ ഇട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ മുദ്ര JSS-ന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതിൻ്റെ മുദ്ര സാമൂഹ്യനീതി എന്നുള്ള പ്രസക്തിയാണ്. വ്യക്തമായി പറയട്ടെ, ഗുരുദേവൻ വിഭാവനം ചെയ്ത പോലെ തന്നെ മതജാതികൾക്ക് അതീതമായിട്ടൊരു സാമൂഹ്യനീതി ലക്ഷ്യമാക്കുക എന്നുള്ളതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ മുദ്രാവാക്യവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങൾ UDF-ലാണ്. മറ്റൊരു ചർച്ച ഇതുവരെ തുടർന്നിട്ടില്ല. പക്ഷേ ഗൗരിയമ്മ ഭാഗത്തു നിന്നും പലരും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഗൗരിയമ്മ UDF-ലേക്ക് വരണം. UDF നേതൃത്വം അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കിപ്പം പറയാനൊക്കില്ല. വന്നാൽ ഒന്നിച്ച് നിങ്ങളുടെ ഡിമാൻഡാണ് അക്കാര്യത്തിൽ. പക്ഷേ ശ്രീ അഡ്വക്കേറ്റ് B. ഗോപൻ, അതായത് ഗൗരിയമ്മ വിഭാഗത്തുള്ള സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞത് നിങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ LDF-ൽ ഒരു ഘടകകക്ഷി പദവി കിട്ടണം, അല്ലാതെ LDF-നൊപ്പം ചേർന്ന് പോകാനോ CPI-ൽ ലയിക്കാനോ സാധ്യമല്ല. ഘടകകക്ഷി പദവി കിട്ടുകയും മാന്യമായി അനുസൃതമായ ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അത് നമുക്ക് പരിഗണിക്കാം എന്ന് താങ്കൾ മറുപടി പറഞ്ഞുവെന്നാണ്. അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഇപ്പോൾ ആലോചനയൊന്നുമില്ല. പക്ഷേ ഘടകകക്ഷി പദവി പരിഗണിക്കപ്പെടുകയാണെങ്കിൽ LDF-ലേക്ക് പോകുന്നതിന് മറ്റ് നയപരമായ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടോ? പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ ഒരു ചർച്ച തുടങ്ങി വെച്ചിട്ടില്ല. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പാർട്ടികളുടെ പിളർപ്പും. ഈ പാർട്ടികളുടെ പിളർപ്പ് നയപരമായും സംഘടനാപരമായും ശരിയായിരുന്നുവെന്ന് പിൽക്കാല കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം ആളുകളും ഞങ്ങളോടൊപ്പം ഇപ്പോൾ നിൽക്കുകയാണ്. ഗൗരിയമ്മ പോലും സമ്മതിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം വീട്ടുകാരുമില്ല, നാട്ടുകാരുമില്ല, ഞാൻ ഒറ്റയ്ക്കെന്നുള്ള നിലയിലേക്ക് ഗൗരിയമ്മ നിൽക്കുന്നു എന്ന് ഗൗരിയമ്മ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ UDF-ൽ ഞങ്ങളുടെ പാർട്ടി പിളർന്നപ്പോൾ ഏത് പാർട്ടിയിലാണ് കൂടുതൽ ആൾക്കാരെന്ന് പോലുമുള്ള സ്ഥിതിവിശേഷം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ UDF-ലേക്ക് ഒരു അംഗീകാരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് UDF-ൽ നിൽക്കുക, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണികൾ ഉൾപ്പെടെയുള്ള ഒരു അഖിലേന്ത്യാ മുന്നണി ഉണ്ടാകണം, അതുപോലെ എന്നുള്ള നിലപാടിൽ നിൽക്കുമ്പോൾ ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ജാതി മതഭേദത്തിനപ്പുറത്ത് അതീതമായി സാമൂഹ്യനീതി എത്തിക്കുക, ആ ലക്ഷ്യത്തിലേക്ക് എത്തുക. ഗുരുദേവനും സാക്ഷാത്കരിച്ചതും അതുതന്നെയാണ്. ശ്രീ VS സുനിൽകുമാർ, ഉമേഷ് ചള്ളിയിൽ ഏതായാലും നിങ്ങളിപ്പോൾ അംഗത്വം നൽകി അദ്ദേഹത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് അടക്കമുള്ള കാര്യത്തിൽ ധാരണ ഉണ്ടാക്കിയതിനു ശേഷമാണോ ഉമേഷ് ചള്ളിയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് നിങ്ങളുടെ പാർട്ടി അംഗത്വത്തിലേക്ക് വരുന്നത്? നിങ്ങൾ അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഉമേഷ് ചള്ളിനെ പോലെയുള്ള ഒരാൾ സീറ്റ് കിട്ടാൻ വേണ്ടി ഒരു പാർട്ടി ചേരുന്ന ആളല്ല. നിങ്ങൾ അത്തരം കാര്യങ്ങളെപ്പറ്റി വൃഥാ വ്യായാമം നടത്തേണ്ട കാര്യമില്ല. ഉമേഷ് ചള്ളിയിൽ മാന്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPI പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അത് MLA സ്ഥാനം കിട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് വന്ന ആളല്ല. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അപമാനിക്കാൻ ശ്രമിക്കരുത്. അത് CPIയിലേക്ക് വന്ന് വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധത്തോടു കൂടി വന്നൊരു കാര്യമാണ്. പിന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് അനുകൂലിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒന്നും തന്നെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കെതിരല്ല.
ശ്രീനാരായണ പ്രസ്ഥാനത്തിനെയും ശ്രീനാരായണ ദർശനത്തെയും എതിർത്തുകൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ശ്രീനാരായണ ദർശനങ്ങൾക്ക് ഇന്നും അന്നും വളരെ പ്രസക്തി ഉണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നതിലും മുന്നോട്ട് പോകുന്നതിലും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ശ്രീനാരായണ ദർശനങ്ങളെ ഇപ്പോഴത്തെ SNDP യോഗ നേതൃത്വം എങ്ങനെ വിശദീകരിക്കുന്നു? അക്കാര്യത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഞാൻ ഇത്രയും നേരം ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ഉമേഷ് ചള്ളിയിൽ, ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് താങ്കൾ CPIയുടെ ഭാഗമാകാൻ പോകുന്നത്? അഭിലാഷ് ഒരു മിനിറ്റ്. പറയൂ അഭിലാഷ് ഒരു മിനിറ്റ്. അഭിലാഷ് ഒരു മിനിറ്റ്. അതായത് നിങ്ങളിപ്പോ ഇടതുപക്ഷ പാർട്ടികളെ പറ്റി പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് SNDPക്ക് ഏറ്റവും കൂടുതൽ എതിർക്കേണ്ട പാർട്ടി RSS ആണ്. കാരണം എന്താണെന്നറിയാമോ? ജാതി സംവരണം തെറ്റാണെന്നും ഇന്ത്യയിൽ ജാതീയമായ പിന്നോക്കാവസ്ഥ ഇല്ല എന്നും പ്രസ്താവിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS. ആ RSS എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങളുടെ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ SNDP പ്രസ്ഥാനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുമായിട്ടോ മതന്യൂനപക്ഷങ്ങളുമായിട്ടോ ഒരു ശത്രുതയും പുലർത്തുന്നവരല്ല. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സാമൂഹ്യ നീതിയെ പറ്റിയിട്ട് ധാരണയുള്ള പാർട്ടിയാണ് CPI. സമയപരിമിതിയുണ്ട്. സുനിൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ശ്രീ AN രാജൻ ബാബു, ഒപ്പം ഉമേഷ് ചള്ളിയിൽ. ശ്രീ മന്മഥൻ, ബിഗ് സ്റ്റോറി അവസാനിക്കുന്നു.